കരുതലും കൈത്താങ്ങും എന്നുള്ളത് നവകേരള സദസ്സിന്റെ ഒരു തുടർച്ചയായിട്ടാണോ? അതിൽ വന്ന പരാതികൾ, തീർപ്പാക്കാത്ത പരാതികൾ വീണ്ടും ഈ കരുതലും കൈത്താങ്ങിലേക്കും എത്തുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നേരത്തെ തീർപ്പാക്കി എന്ന് പറയുന്നതും പൂർണ്ണമായ തീർപ്പാക്കലല്ല എന്ന വിമർശനമടക്കം ഇതിന്റെ ഈ ചർച്ചയുടെ ആദ്യ ഘട്ടത്തിൽ വന്നു കഴിഞ്ഞു. ജയിക്കിന് അത് വ്യക്തമാക്കാം. തീർച്ചയായിട്ടും ഈ അദാലത്തിന്റെ ഇത്തവണത്തെയും സംസ്ഥാന ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി കേരളത്തിന് ചിരപരിചിതമായ എന്നാൽ നമ്മുടെ അനുഭവങ്ങളിൽ അല്പം അസാധാരണമായ അദ്ദേഹത്തിന്റെ പഴയൊരു വാചകം ആവർത്തിക്കുകയുണ്ടായി. ആ വാചകം നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആ അനുഭവം സംശയമേതുമില്ല ഓരോ ജീവിതവും ഫയലുകളിലുണ്ട് എന്നുള്ളത്, ഓരോ ഫയലും ഓരോ ജീവിതമാണ് എന്നുള്ള അദ്ദേഹത്തിന്റെ പഴയ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസിനായിട്ടുള്ള സംഘടനാ പരിപാടിയിൽ അദ്ദേഹത്തിന്റെ പ്രതികരണമായിരുന്നു. ആ പ്രതികരണം അദ്ദേഹം ഇത്തവണത്തെയും അദാലത്തിന്റെ ഉദ്ഘാടന വേളയിൽ ആവർത്തിച്ചു. എന്നിട്ട് പറഞ്ഞത് എന്താണ്? എല്ലായ്പ്പോഴും കേരളത്തിലെ ജനപ്രതിനിധികളുടെയും ഭരണസാരഥ്യത്തിന്റെ പ്രതീകമായുള്ളവരുടെയും അടുത്തേക്ക് സാധാരണക്കാരും നിസ്സുരമായ ജനങ്ങൾക്ക് എല്ലായ്പ്പോഴും എത്താൻ കഴിയണമെന്നില്ല. അപ്പോൾ ഗവൺമെന്റ് അവർക്കരികിലേക്ക് എത്തണം. ഓരോ ഗ്രാമനഗരാന്തരങ്ങളിലും ഓരോ താലൂക്കിലും ഗവൺമെന്റ് എത്തി അവരുടെ നേരിട്ടുള്ള ആകുലതകൾ പരമാവധി കേട്ട് പരിഹരിക്കാനുള്ള ശ്രമം എല്ലായ്പ്പോഴും ഇടതടവില്ലാതെ തുടർന്നുകൊണ്ടേയിരിക്കണം. ഞാൻ ചർച്ചയിൽ പ്രസക്തമായ ചില ഭാഗങ്ങൾ മാത്രമാണ് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞത്. നവകേരള സദസ്സിനെ സംബന്ധിച്ചുള്ള കണക്ക് ഇവിടെ ഇതിനോടകം വിശദീകരിക്കപ്പെട്ടിട്ടുണ്ടാകും. 6,33,287 പരാതികൾ സമർപ്പിക്കപ്പെട്ടപ്പോൾ 6,07,156 പരാതികൾ അതിനോടകം പരിഹാരം കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളൂ. പരാതി പരിഹാര ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് 34,089 പരാതികൾക്കാണ്. 1,877 പരാതികൾ പെൻഡിംഗ് ആയി നിൽക്കുന്നുമുണ്ട്. ഇതായിരുന്നു സദസ്സിന്റെ അനുഭവം. ഈ അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ കേട്ടു, നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന സഹപാനലിസ്റ്റ് ചോദിച്ചു, എത്ര എണ്ണം പൂർണ്ണമായി ഫലപ്രാപ്തിയോടുകൂടെ എത്ര എണ്ണം പരിഹരിക്കാൻ കഴിഞ്ഞു? ഫയൽ ക്ലോസ് ചെയ്ത എണ്ണമല്ലേ ഞാൻ പറയുന്നത്? അതിന്റെ സൂക്ഷ്മതകളുള്ള ഇന്നലത്തെയും ഇന്നത്തെയും അനുഭവങ്ങളിലേക്ക് പോകണോ? എല്ലാ മാധ്യമങ്ങളും ഒരേപോലെ വാർത്തയാക്കിയിട്ടില്ല എന്ന വിമർശനം എല്ലായ്പ്പോഴും ഉള്ളതുപോലെ ഞാൻ ഇപ്പോഴും ആവർത്തിക്കുന്നു. ഇന്നു മാത്രമുണ്ടായ അനുഭവം എന്താണ്? ഞാൻ പറയുന്നു, ഇന്നലെയാണ് പാലായിലെ മീനച്ചിൽ താലൂക്കിൽ ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള അദാലത്ത് നടന്നത്. ഉണ്ടായ അനുഭവം എന്താണ്? 267 പരാതി ലഭിക്കുന്നു. 166 പരാതി തൽക്ഷണം തീർപ്പാക്കുന്നു. ആ തീർപ്പാക്കിയതിൽ നമ്മൾ കണ്ടത് എന്താണ്? 30 വർഷമായി ഭിന്നശേഷിക്കാരനായ ND ജോർജ്, അദ്ദേഹം 30 വർഷമായി പല കാലയളവുകളിൽ അങ്ങ് സൂചിപ്പിച്ച ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന മഹാന്മാരായ ഭരണാധികാരികളൊക്കെ ഉള്ള കാലയളവിലും അദ്ദേഹം ചലനമറ്റ് കിടക്കുകയാണ്. അദ്ദേഹത്തിന് പ്രത്യേക സംവിധാനത്തോടുകൂടെയുള്ള ഭിന്നശേഷിക്കാർക്കുള്ള വണ്ടിയാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. ലോട്ടറി കച്ചവടം നടത്തി ഉപജീവനം നടത്തുന്നതാണ് അദ്ദേഹത്തിന്റെ തൊഴില്. എന്താണ് ചെയ്തത്? 3-ാം മിനിറ്റിൽ പാലായിലെ ND ജോർജ് ഭിന്നശേഷിക്കാർക്കുള്ള വാഹനത്തിന്റെ ഉടമയാകാൻ പോകുന്ന സർട്ടിഫിക്കറ്റും ഉത്തരവും ആ അദാലത്തിൽ കൈമാറി. എത്ര ആളുകളുണ്ട്? ഈ അദാലത്തിന്റെ ഉദ്ഘാടനം ആങ്കർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എത്ര നമ്മുടെ DPI ഓഫീസിൽ പാർട്ട് ടൈം സ്വീപ്പറായി ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ജയകുമാർ, ഒരു ബേബിയുടെ മകൻ ജയകുമാർ, അദ്ദേഹം കൂലിപ്പണിക്കാരനാണ്. അദ്ദേഹം 9-ലധികം വർഷമായി അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ട കാലം മുതൽ ആശ്രിതനാണ് എന്നതിന്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി അലഞ്ഞു നടക്കുകയാണ്. എന്തുകൊണ്ടാണ്? ആശ്രിത നിയമനത്തിന് അദ്ദേഹത്തിന് അപേക്ഷിക്കാൻ കഴിയും. അങ്ങ് മനസ്സിലാക്കേണ്ടത്, DPI ഓഫീസിൽ പാർട്ട് ടൈം സ്വീപ്പറായി തൂപ്പുകാരനായി ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുടെ മകൻ ഒരു പതിറ്റാണ്ടോളമായി ആശ്രിത നിയമനത്തിന്റെ സർട്ടിഫിക്കറ്റിനായി ആശ്രിതനാണ് എന്ന സാക്ഷ്യ സർട്ടിഫിക്കറ്റ് കിട്ടാതെ നടന്നപ്പോൾ അദ്ദേഹത്തിന് ആ സർട്ടിഫിക്കറ്റ് കൈമാറിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട സഹപാനലിസ്റ്റുകളെ നമ്മുടെ മുഖ്യമന്ത്രി അദാലത്ത് ഉദ്ഘാടനം ചെയ്തത്. ഇന്നലെ പത്തനംതിട്ടയിൽ മല്ലപ്പള്ളിയിൽ വിധവയായി മകൻ മാത്രമുള്ള ഒരു സ്ത്രീ എത്രയോ വർഷത്തിലധികമായി കെട്ടിട നമ്പർ ഇട്ടുക ചെറിയ കാര്യമാണ്. ഇവരൊക്കെ സാധാരണക്കാരാണ്, സമൂഹത്തിലെ ഏറ്റവും മതസ്ഥിതരാണ്. 3-ാം മിനിറ്റിൽ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട അദാലത്തിൽ പരിഹാരമായില്ലേ? നാദാപുരത്തും അതേപോലെ തന്നെ താമരശ്ശേരിയിലും നടത്തപ്പെട്ട അദാലത്തുകളിൽ കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി ആശ്രിതരായി ഭിന്നശേഷിക്കാരുടെ അടുത്തേക്ക് പോയി അവരുടെ ആവശ്യം കേട്ട് 3-ലധികം വരുന്ന ആളുകൾക്ക്, ഞാൻ മനസ്സിലാക്കുന്നു നാദാപുരത്ത് അശോകൻ ഉൾപ്പെടെയുള്ള 3-ലധികം വരുന്ന ആളുകൾക്ക് ഭിന്നശേഷി വിഭാഗത്തിന് പ്രത്യേകമുള്ള വണ്ടി അനുവദിക്കുന്നതിന് തയ്യാറായില്ലേ? ഒറ്റക്കാരോട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇത്തരം ഉദാഹരണങ്ങൾ ജയിക്കിന് ചൂണ്ടിക്കാണിക്കാനാകും. താങ്കൾ പറഞ്ഞ പോലെ ഒരു വർഷത്തോളം അലഞ്ഞു നടക്കേണ്ടി വന്ന ഒരു വ്യക്തിയുടെ കാര്യം താങ്കൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അലഞ്ഞു നടക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഏത് സംവിധാനത്തിന്റെ വീഴ്ചയാണ്? എല്ലായിടത്തും മുഖ്യമന്ത്രി നേരിട്ട് പോയി പരിഹരിക്കുക എന്നുള്ളത് എത്രത്തോളം പ്രായോഗികമാണ്? അങ്ങനെയാണോ വേണ്ടത്? സംവിധാനം വീഴ്ചയില്ലാതെ നടപ്പാക്കാൻ മന്ത്രിമാർ തന്നെ ഓരോ സ്ഥലത്തേക്കും പാഞ്ഞു നടക്കുക എന്നുള്ളത് പ്രായോഗികമാണോ? ഇനി അതിനുള്ള ചെലവ്, ഉദ്ഘാടനത്തിന് തന്നെ ലക്ഷങ്ങളുടെ ചെലവ് എന്നുള്ള കണക്കടക്കം പുറത്തു വരുന്നുണ്ടെങ്കിൽ ആ കണക്കുകളെ താങ്കൾ ഖണ്ഡിക്കുന്നുണ്ട്. അപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നാണ് അങ്ങനെ ഒരു പ്രതികരണം വന്നിട്ടുള്ളത്. ഓരോ താലൂക്കിലും 3 ലക്ഷം വീതം, 77 താലൂക്കുകളിലേക്ക് എത്തുമ്പോൾ അത് എത്ര കോടിയാകും? ഉദ്ഘാടനത്തിന് തന്നെ 25 ലക്ഷത്തിൽ പരമായിരിക്കുന്നു എന്നുള്ള
എന്നൊരു കണക്ക് കൂടി പുറത്തേക്ക് വരുന്നു. അത് ഖണ്ഡിക്കുകയാണെങ്കിൽ താങ്കൾക്ക് അതിനെ ഖണ്ഡിക്കാം. ഇത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ഒരു ആരോപണമാണ്. ഇതിന് ഏറ്റവും പറ്റിയ ഉദാഹരണം അങ്ങ് ചോദിക്കുന്നു, ഇതിങ്ങനെ എപ്പോഴും മന്ത്രിമാർ മുഖ്യമന്ത്രിക്ക് ഒറ്റയ്ക്ക് പരിഹരിക്കാൻ പറ്റുമോ? മുഖ്യമന്ത്രി ഒറ്റയ്ക്കല്ലല്ലോ പരിഹരിക്കുന്നത്. ചുമതലയുള്ള ഈ 2 വകുപ്പ് മന്ത്രിമാർ മുഖാന്തരം കേരളത്തിന്റെ മുഴുവൻ താലൂക്കിലും എത്തുന്നു. നമ്മൾ നിരന്തരമായി ഈ ഇടപെടൽ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഞാനിപ്പോൾ ഒരു ഉദാഹരണം സൂചിപ്പിച്ചല്ലോ, 2002 പരാതികളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി, നാദാപുരം ഉൾപ്പെടെയുള്ള മേഖലകളിൽ 4 താലൂക്കിലായി 2002 പരാതികളാണ് ആകെ ലഭിച്ചത്. അതിൽ 866 പരാതി തീർപ്പാക്കി. അത് ചെറിയ കാര്യമാണോ? ബാക്കിക്ക് വീണ്ടും നമ്മൾ നിതാന്ത പരിശ്രമം എല്ലായ്പ്പോഴും എണ്ണയിട്ട യന്ത്രം പോലെ നേരിടേണ്ടതായി വരും. അപ്പോഴാണ് പ്രസക്തമായ ഒരു അനുഭവം. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നു, UDFന്റെ പ്രതിനിധി ഞാൻ ചർച്ചയിൽ വന്നു കയറുന്ന ഘട്ടത്തിൽ പറഞ്ഞു, ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിയുടെ കാലയളവിൽ ഇത് വലിയ ആശയമായിരുന്നു അത്രേ. എന്തായിരുന്നു ആശയത്തിന്റെ പ്രത്യേകത? ആശയത്തിന്റെ മഹിമയെക്കുറിച്ച് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. കിടപ്പ് രോഗിയെയും എടുത്തുകൊണ്ട് ക്യാൻസർ ബാധിതനെ ആംബുലൻസിൽ കൊണ്ടുവന്ന് 20 മണിക്കൂർ 5000 രൂപ കെട്ടാൻ കാത്തുകെട്ടിക്കിടന്നത് മഹനീയ അനുഭവമാണോ UDF നേതാവേ? അങ്ങനെ മുഖ്യമന്ത്രി ക്യാൻസർ രോഗിയുടെ മരുന്ന് ചീട്ട് വാങ്ങി അന്നത്തെ ലീഗിന്റെ നേതാവ്, പ്രമുഖനായ കേരള സർക്കാരിന്റെ പോക്കറ്റ് ഫീ കൊണ്ട് പഠിച്ചു വന്ന ലീഗിന്റെ മുൻ മന്ത്രിയുടെ മകൻ ആകാശത്തേക്ക് എക്സ്റേ നോക്കിയിട്ട് 8000 രൂപ 5000 8000 രാജാവിന്റെ ദാനം പോലെ കൊടുക്കേണ്ട ഏർപ്പാടാണോ നിങ്ങൾ പറഞ്ഞ ആ CMDRF ഉണ്ടല്ലോ? ഒരു ഓഫീസിലും പോകാതെ അക്ഷയ കേന്ദ്രം വഴി മാത്രം അപേക്ഷ സ്വീകരിച്ച് ഇപ്പൊ കേരളത്തിൽ കൊടുത്ത തുക എത്രയാണെന്നറിയാമോ? നിങ്ങൾ 20 മണിക്കൂർ നേരം ക്യാൻസർ രോഗികളെയും വൃക്ക രോഗികളെയും വെയിലത്തിരുത്തി 5000 കൊടുത്തപ്പോ 5000 കോടിക്ക് മേലെയാണ് വില്ലേജ് ഓഫീസ് വേണ്ട, അക്ഷയ കേന്ദ്രം മതി മാത്രം അപേക്ഷിക്കുമ്പോൾ, അതായത് ജനങ്ങൾ അവരുടെ വീടിന്റെ പ്രദേശത്ത് അരികിലുള്ള ഓഫീസിൽ പോയി അപേക്ഷിക്കുമ്പോൾ കേരളം കൊടുത്തത്. ഭരണമെന്ന് പറയുന്നത് അവരുടെ അടുത്ത് എത്തിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു പഠിക്കണം ഈ ഗവൺമെന്റിനെ കണ്ടിട്ട്. അല്ലാതെ വെറുതെ നിങ്ങൾ അന്ന് അപകസിച്ചു, ഇന്ന് ഞങ്ങൾ പകർത്തിയില്ലേ? നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി 2011-16 UDF എത്ര കൊടുത്തു? 2016-21 LDF എത്ര കൊടുത്തു? അതാണ് ഭരണ സംവിധാനത്തിലെ മാറ്റം. ആ മാറ്റത്തിന്റെ പ്രതീകമാണ് കേരളത്തിലെ ഇടതുപക്ഷം. അത് പറയുമ്പോൾ കുശുമ്പ് തോന്നിയിട്ട് കാര്യമില്ല. ഞങ്ങൾ ഈ പ്രക്രിയ ഇനിയും നടത്തും. റേഷൻ കാർഡ് ഇല്ലാത്തവർക്ക്, കെട്ടിട നമ്പർ ഇല്ലാത്തവർക്ക്, വിധവകൾക്ക്, ഭിന്നശേഷിക്കാർക്ക്, മറ്റ് അതിദരിദ്ര നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി ആരോരും നോക്കാനില്ലാത്തവർക്ക് അവരെയൊക്കെ ഞങ്ങൾ ഏറ്റെടുക്കും. ഇതിന്റെ ഉദ്ഘാടനത്തിന് 25,85,000 രൂപ ആയിട്ടുണ്ടോ? ഈ കരുതലും കൈത്താങ്ങും ഉദ്ഘാടന പരിപാടിക്ക് അത്രയ്ക്കൊക്കെ ഉദ്ഘാടന പരിപാടിക്ക് മാത്രമായി ചെലവാകുമോ? എൻ്റെ അറിവിൽ ആധികാരികമായി എനിക്ക് പറയാനുള്ള രേഖ എൻ്റെ കയ്യിലില്ല. പക്ഷേ എൻ്റെ അറിവിൽ അത്തരം ഒരു യോഗത്തിൻ്റെ മാത്രം ഉദ്ഘാടനത്തിന് 25 ലക്ഷമായിട്ടുണ്ട് എന്നുള്ളത് കണക്ക് അവിശ്വാസമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സംസ്ഥാനതല ഉദ്ഘാടനത്തിന്റെ ചിലവായിട്ട് പുറത്തു വന്ന തുകയാണ് ഇത്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ആധികാരികമായി അതിനെ കണ്ടിക്കാനുള്ള രേഖ എൻ്റെ കയ്യിലില്ല. പക്ഷെ അങ്ങയുടെ വാർത്ത ഇപ്പൊ ഞാൻ കേൾക്കുക മാത്രമാണ്. അത്തരമൊരു വാർത്തയും ഒരു അനുഭവം ഇതുവരെ എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. ശരി, ഇത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു ആരോപണത്തിൽ ഒന്നാണ്. ഇനിയിപ്പോൾ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. കേന്ദ്രം ഒരു തരത്തിലും നമുക്ക് അർഹതപ്പെട്ടതുപോലും തരാത്തൊരു സാഹചര്യം ഇവിടെ നിൽക്കുന്നു. അതിനിടയ്ക്കാണ് മന്ത്രിമാർ തന്നെ അദാലത്തുകൾ നടത്താനായി ജില്ലകളിലേക്ക് പോകുന്നത്. മന്ത്രിമാർ തന്നെ ഈ സംവിധാനം ആകെ മന്ത്രിമാർ നടത്തിക്കൊണ്ടുപോവുക എന്ന് പറയുന്നത് പ്രായോഗികമാണോ എന്നും ചോദിച്ചു. മുഖ്യമന്ത്രി ആയാലും മന്ത്രിമാരായാലും അങ്ങനെയാണോ നടപ്പാക്കേണ്ടത്? ആ സംവിധാനം കൃത്യമായി നടപ്പാകുന്നില്ലെങ്കിൽ അത് ആരുടെ വീഴ്ചയാണ്? 1 വർഷവും 2 വർഷവും ഒക്കെ ആളുകൾക്ക് ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ ആരാണ്? ഇനിയിപ്പോൾ താങ്കൾ തീർപ്പായി എന്ന് പറയുന്ന കാര്യങ്ങൾ തന്നെ മുഴുവൻ തീർപ്പായതല്ല എന്നൊരു പരാതി കൂടിയുണ്ട്. ഇന്ന് രാവിലെ ഞങ്ങൾ ഈ വിഷയത്തിൽ ഒരു ലൈവാത്തോൺ നടത്തിയിരുന്നു. പല പരാതികളിലും തീർപ്പുണ്ടായിട്ടില്ല. തീർപ്പുണ്ടാകുന്നു എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് നടപ്പാക്കി തരും, ഇന്ന ദിവസത്തിനുള്ളിൽ നടപ്പാക്കി തരും എന്ന് പറയുന്നതല്ലാതെ നടപ്പാകാതിരിക്കുകയും അത് തീർപ്പാകുന്ന ഗണത്തിൽപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള വിഷയങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് താങ്കളൊന്ന് പരിശോധിക്കണം. തീർപ്പായി എന്ന ഈ 5,33,649 എന്ന കണക്ക് പൂർണ്ണമായും തീർപ്പായതാണോ എന്ന സംശയമുണ്ട് ജേക്ക്. തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ, നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് ശ്രമിക്കാന്നേ. ഇതേ അനുഭവം ഉണ്ടായ മറ്റൊരു സർക്കാർ പദ്ധതിയായിരുന്നില്ലേ 1 വർഷം 1 ലക്ഷം സംരംഭങ്ങൾ? അന്ന് കേരളത്തിൽ നിങ്ങളുടെ മാധ്യമം എന്നല്ല മറ്റൊരു മാധ്യമം ഇതേപോലെ ഓരോ ജില്ലയിലും പോയി ഇത് ബാർബർ ഷോപ്പാണ്, ഇത് വർക്ക്ഷോപ്പാണ്, ഇത് പലചരക്ക് കടയാണ്, ഇത് പെട്ടിക്കടയാണ് എന്ന് പറഞ്ഞ് പരിപാടി നടത്തിയില്ലേ? ഇപ്പൊ കേരളത്തിന്റെ അനുഭവം എന്താ? 28 കേരളം. ആ കണക്കിപ്പോഴെവിടെ എത്തി? BJP-കാരനായ കേന്ദ്രമന്ത്രി ഈ വർഷം ആങ്കർ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒക്കെ നാടിനെ സംബന്ധിച്ച്
കേരളത്തിന് പുറകിൽ ഒരു സംസ്ഥാനം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴോ കേരളത്തിന് മുമ്പിൽ ഒരു സംസ്ഥാനം ഇല്ല. നമ്മളെ ഒന്നാം സ്ഥാനത്ത്. പെട്ടിക്കടയും ബാർബർ ഷോപ്പും എന്ന് പറഞ്ഞാൽ ഇതേപോലെ കണക്കെടുത്ത് പരിഹാരമായില്ല, കയ്യിൽ കിട്ടിയില്ല, കള്ളക്കണക്കെന്ന് പറഞ്ഞ് അപകസിച്ചതാ. ഇപ്പോഴിവിടെത്തി കേരളം ഒന്നാം സ്ഥാനത്താണ്. UDF 28 ആക്കിയതാ. അതേ അനുഭവം തന്നെയല്ലേ പരാതികൾക്കകത്ത്. ഞാൻ ചോദിക്കുന്നുള്ളട്ടെ, ഇപ്പോൾ 3 or 4 ഇടങ്ങളിൽ ND ജോർജിന്റെ അനുഭവം പറഞ്ഞു, ലോക്കോമോട്ടീവ് ഡിസബിലിറ്റി ബാധിച്ച വിദ്യാർത്ഥിയുടെ അനുഭവം പറഞ്ഞു, വിധവയായ മല്ലപ്പള്ളിയിലെ സ്ത്രീയുടെ അനുഭവം പറഞ്ഞു. അവർക്ക് ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേകം വാഹനങ്ങൾ കൊടുക്കണം. ആ വാഹനവുമായിട്ട് വന്ന് അദാലത്ത് നടത്താൻ കഴിയുമോ? അവർക്ക് എത്രയും വേഗം അതത് തദ്ദേശ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ വൃന്ദം അതുവഴിയായി സർക്കാർ ഉത്തരവ് കൈമാറുകയാണ്. ആ ഉത്തരവ് നിശ്ചിത സമയത്തുള്ള നടപ്പിലാക്കപ്പെടും. 99.99% നടപ്പിലാക്കപ്പെടും. ഏതെങ്കിലും ഒന്നിൽ പോരായ്മയുണ്ടായാൽ നിങ്ങളടക്കം നമ്മളടക്കമുള്ള പൊതുജന സേവകരായിട്ടുള്ള വിസിൽ ബോളേഴ്സും അതേപോലെ തന്നെ മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രതിപക്ഷവും ഒക്കെ അടങ്ങുന്നവർക്ക് ചൂണ്ടിക്കാണിക്കാം. യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹരിക്കപ്പെടും.